Hello everyone, welcome to this episode of Logic Launch. Today we have with us Jobis Kurian sir, who is CPA, CGMA and is the head of department of CPA at Logic School of Management. And sir is here to answer the questions or the frequently asked questions regarding the CPA course. നമ്മുടെ CPA USA, is it similar to CPA Canada or CPA Australia or CPA Ireland? And also, നമ്മളിപ്പം ഈ കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ is CPA USA a good option? And what will be the procedures that one will have to take care of if they are going to migrate to these countries and they have only CPA USA as the qualification? വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം CPA USA-ക്ക് AICPA-ക്ക് പല രാജ്യങ്ങളുമായിട്ടുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ഉദാഹരണത്തിന് CPA ഓസ്ട്രേലിയയുമായിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, അയർലൻഡുമായിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ന്യൂസിലൻഡിൻ്റെ CA ആയിട്ട് കനേഡിയൻ CA ആയിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു CPA USA കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് നമുക്ക് അവിടുത്തെ ആ ക്വാളിഫിക്കേഷൻ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ചില രാജ്യങ്ങളിലൊക്കെ ടാക്സിൻ്റെ ഒരു ചെറിയ എക്സാം പാസ്സാവേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ടാക്സ് എന്ന് പറയുന്ന പല രാജ്യങ്ങളിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഉള്ളതുകൊണ്ട് ടാക്സിൻ്റെ ഒരു ചെറിയ പേപ്പർ മിക്കവാറും രാജ്യങ്ങളിൽ പാസ്സാകണം. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് CPA ഓസ്ട്രേലിയയിലേക്ക് മാറണമെങ്കിൽ ആകെപ്പാടെ ഒരു മെമ്പർഷിപ്പ് മാത്രം മതി. നമ്മളവിടെ CPA ഓസ്ട്രേലിയ ആയി. പിന്നെ നിങ്ങൾക്ക് അവിടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് ഈസി ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, ഇത്തരം രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ല ഓപ്ഷനാണ് ഈ US CPA. സോ ഏതൊക്കെ ഡിഗ്രി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ട്രീംസിൽ നിന്നുള്ള ഡിഗ്രി സ്റ്റുഡൻസിനാണ് CPA ഓപ്റ്റ് ചെയ്യാൻ പറ്റുക? ആൻഡ് ഇസ് ഇറ്റ് നെസസറി ദാറ്റ് ദേ ഷുഡ് ബി ഫ്രം ദ ഫിനാൻസ് ഡൊമൈൻ ഇറ്റ്സെൽഫ്? പ്രിഡോമിനൻ്റ്ലി ഒരു ഫിനാൻസ് ഡൊമൈനിൽ നിന്നായിരിക്കണം എന്നതുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് BBM, നമ്മുടെ ഇവിടുത്തെ BBM അല്ലെങ്കിൽ BBA, ഇവർക്കൊക്കെ പ്ലസ് ദേ ഹാവ് എ PG ഇൻ മാനേജ്മെൻറ്റ് ഓർ അക്കൗണ്ടിങ്, അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എലിജിബിലിറ്റി കിട്ടും. അപ്പോൾ BCom ഉണ്ടേ പോലും എലിജിബിലിറ്റി കിട്ടുന്ന ചില സ്റ്റേറ്റ് ബോർഡുകളുണ്ട്. ഉദാഹരണത്തിന് ഗുവാം പോലുള്ള സ്റ്റേറ്റ് ബോർഡുകളിൽ നമുക്ക് BCom ഉണ്ടേ പോലും നമുക്ക് എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ലൈസൻസ് കിട്ടാനാകുമ്പോഴത്തേന് നിങ്ങൾക്ക് PG ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഒരു BCom കഴിഞ്ഞ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് PGക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. BCom കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുക, എക്സാമൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ലൈസൻസ് ആയി വരുമ്പോഴത്തേന് നമുക്ക് PG ഡിഗ്രി കിട്ടിയിരിക്കണം. അപ്പോൾ ആ ഒരു സമയമെടുക്കും ഇത് തീർന്നു വരുമ്പോൾ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യാതെ CPAയുടെ പ്രിപ്പറേഷനൊപ്പം തന്നെ നമ്മൾ MCOMന് രജിസ്റ്റർ ചെയ്യുക, MCOMൻ്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. CPAയുടെ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് MCOMൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടും. അത് മാത്രം മതി നിങ്ങൾക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. സോ CPAയിൽ ഈ ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? US-ലെ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് 4 ഇയേഴ്സിൻ്റെ ഗ്രാജുവേഷനാണ്. 4 ഇയേഴ്സ് ഗ്രാജുവേഷനാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഗ്രാജുവേഷൻ 3 ഇയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ആ മിനിമം ക്രൈറ്റീരിയ പാലിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് BCom കഴിഞ്ഞ ഒരാൾക്ക് 90 ക്രെഡിറ്റ്സ് കിട്ടുന്നുള്ളൂ. നമുക്ക് എക്സാം എഴുതണമെങ്കിൽ മിക്കവാറും സ്റ്റേറ്റുകളിൽ 120 ക്രെഡിറ്റ്സ് ആണ് അവർ ചോദിക്കുക. അപ്പം ഓരോ വർഷത്തിന് 30 ക്രെഡിറ്റ്സ് വീതമാണ് അവരുടെ ഒരു കാൽക്കുലേഷൻ, ഓൺ എ റഫ് കാൽക്കുലേഷൻ. അപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നമുക്ക് 30, സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ 30, അടുത്ത ഫൈനൽ ഇയർ കഴിഞ്ഞാൽ 30, അങ്ങനെ നമ്മൾ 90 ക്രെഡിറ്റ്സേ എത്തുന്നുള്ളൂ. അപ്പോൾ 120 ക്രെഡിറ്റ്സ് വേണ്ടതുകൊണ്ട് നമുക്ക് PGയുടെ ഒരു വർഷം കൂടെ ഉള്ള, അതായത് നിങ്ങൾ പാസ്സായില്ലേ പോലും ഒരു വർഷത്തെ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30 അഡീഷണൽ ക്രെഡിറ്റ്സും കൂടെ കിട്ടും. അപ്പോൾ ഈ വാലുവേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണോ നമ്മൾ ചെയ്തത് എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ വാലുവേഷൻ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുക.